സീരീസിലെ അടുത്ത കറിയാണ് ഇരുമ്പാമ്പുളി ഇട്ട മീൻ. അതിനുവേണ്ടി ഒരു ചട്ടി എടുത്ത് വെച്ചു. ഒരു 2.5 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉലുവ ഇട്ടു. ഒരു 1/4 സ്പൂൺ ഉലുവ. ഉലുവ കൂടുതൽ വേണ്ട, കൂടുതലായി കഴിഞ്ഞാൽ അത് കായ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ടാൽ മതി, ധാരാളമാണ്. 1 സ്പൂണ് കടുക്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടാൻ തുടങ്ങി. കടുക് പൊട്ടുന്നതിൽ അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു കണ്ട് കറിവേപ്പില. ഇത്രയും ഇടുക. ഒരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കുക. അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി, 10-15 ചെറിയ ഉള്ളി കൂടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. എത്രത്തോളം ചെറിയ ഉള്ളി ഇടാമോ അത്രത്തോളം വേണം. ചെറിയ ഉള്ളി തന്നെ ഇടണം. സവോളയേക്കാൾ നല്ലത് ചെറിയ ഉള്ളിയാണ്. സവോള ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, കറിക്ക് കിട്ടും. പക്ഷേ ആ സ്വാദ് നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ കിട്ടില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളി തന്നെ ഇടണം. എളുപ്പം കൂടി വയ്ക്കുക. ഉള്ളി ഒന്ന് മൂത്ത് വരണം. ഉള്ളി പെട്ടെന്ന് മൂക്കാനായിട്ട് നമ്മൾ 1 സ്പൂണ് ഉപ്പ്, ഉള്ളി ഒരു ഗോൾഡൻ കളറിലേക്ക് വരണം. ചുവന്ന് ബ്രൗണിഷ് ആകുമെന്ന് വേണം. ഒരു ഗോൾഡൻ കളറിലേക്ക് ഒന്ന് മൂത്ത് വരണം. ഉള്ളി മൂത്തു. അതിനകത്ത് മണമൊക്കെ വന്നു തുടങ്ങി, കളറൊക്കെ മാറാൻ തുടങ്ങി. കുറച്ച് എന്താ പറയുക, കുറച്ച് ഒരു റെഡിഷ് കളറിലേക്ക് വന്നു. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ച് ഇരുമ്പുളി, ഒരു 20 ഇരുമ്പുളിയുണ്ട്. ഇരുമ്പുളി കൂടുതലായിക്കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് അത് പുളിയുള്ള ഇരുമ്പുളിയാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇരുമ്പുളിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ഇരുമ്പുളി ഒന്ന് മൂത്ത് വരികയും വേണം. അതിനായിട്ട് ഇത് അടച്ചു വയ്ക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു വയ്ക്കാം. എന്നിട്ടൊന്ന് ഇളക്കുക, വീണ്ടും അടച്ചു വയ്ക്കും. ഇപ്പോൾ ഇരുമ്പുളിയൊക്കെ നന്നായിട്ട് വെന്തു, കളറൊക്കെ ഒന്ന് മാറി, കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിടും. നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കുക. അധികം പൊടികളൊന്നും ഇടാനില്ല, കുറച്ച് പൊടികൾ മാത്രമേ ഉള്ളൂ. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണോളം മല്ലിപ്പൊടി, രണ്ട് സ്പൂണ് മുളക്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് പരിപോലെ എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നിറം ഉണ്ടാകും. ഇളക്കി യോജിപ്പിക്കുക. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം.
പെട്ടെന്ന് തന്നെ മൂക്കും. കാരണം മൺചട്ടിയിലാണൊന്ന് നല്ല ചൂടുണ്ടാവും, പിന്നെ അധികം പൊടികളോ കാര്യങ്ങളോ ഇല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി വരും. ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് വെള്ളം, വെള്ളം വളരെയധികം കുറവാണ്, അതുകൊണ്ട് ഞാൻ അത് 2 കപ്പാക്കുന്നു. നമുക്കിവിടെ എല്ലാവരുടെയും കാര്യങ്ങൾ ആയി വരുമ്പോൾ അത് കുറവായി, അതുകൊണ്ട് കുറച്ച് കൂടുതൽ, ഇതൊരു 4 പേർക്ക് സുഖമായിട്ട് കഴിക്കുന്നുണ്ടാവും, 4 അല്ല 5 പേർക്ക് സുഖമായിട്ട് കഴിക്കും. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. നമ്മളിത് അടച്ചു വയ്ക്കുന്നു, തിളയ്ക്കണം. ഇത് നന്നായിട്ട് തിളച്ചു, നല്ല വെട്ടി തിളയ്ക്കുന്ന കഴിഞ്ഞാൽ വെള്ളം അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിളയുടെ കാരണം അതിലേക്ക് മീനിടാം. ഇളക്കുക. ഈ മീനൊക്കെ ഒന്ന് നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കിടുക. ഇത് ഉപ്പ് നോക്കാം. ഇതിൽ പുളിയുണ്ട്, കുറച്ച് ഉപ്പിടാം. ഒരു 1/4 സ്പൂൺ ഉപ്പ്, കുറച്ചുപ്പ്. ഇനി ഇതിനകത്തേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട്, അതിൽ കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉപ്പ് ഇതിലേക്ക് ഇടേണ്ട ആവശ്യം. മീനൊന്ന് വെന്തോട്ടെ, അടച്ചു വയ്ക്കുക. അധികം സമയം എടുക്കില്ല മീൻ വേണം. അത് നന്നായി തിളച്ചു, മീനൊക്കെ ഒന്ന് സെറ്റായി. അത്രയുമായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തേങ്ങ, ഏകദേശം ഒരു 1/4 മുറിയോളം തേങ്ങയുണ്ട്. അത് മഞ്ഞളും ഉപ്പും അല്പം വെള്ളവും ചേർത്ത് അരച്ചതാണ്. തേങ്ങ അരയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ വെള്ളം ചേർക്കുന്നത് അല്പാൽപമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അതല്ലെങ്കിൽ തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് കടിക്കാവുന്ന രീതിയിലുള്ള കഷ്ണങ്ങളായിട്ട് എടുക്കും. അത് ഒഴിവാക്കാൻ നല്ലത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കും. ഈ തേങ്ങയുടെ ശേഷം ആ മിക്സി ഒന്ന് കുറച്ച് വെള്ളം കൊണ്ടൊന്ന് കഴുകിടുക. അതുകൂടി അതിലേക്ക് ഒഴിച്ചു. തേങ്ങ എല്ലാ സൈഡിലേക്കും ഒന്ന് ഇളക്കുക. ഞാൻ ഇട്ടിരിക്കുന്ന മീനിൻ്റെ ഗുണം കൊണ്ടാണ് പൊടിയാതെ എനിക്കിത് ഇളക്കാൻ പറ്റുന്നത്. വേറെ വല്ല മീനുമാണെങ്കിൽ പെട്ടെന്ന് പൊടിയും. ഇളക്കി കഴിഞ്ഞാൽ അതും തിളച്ചു വരും. ആ തിളച്ചു വരുന്നവരെ ഇത് അടച്ചു.